ഹലോ, പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഈ കിച്ചു തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കിട്ടതിലൂടെ ഇപ്പം രേണുസുതി അതിനുള്ള മറുപടിയുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോ കൂടെ കണ്ടു നോക്കാം. കണ്ടു നോക്കിയ ശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോഴേക്കും ചേച്ചിന്റെ മണിക്കിടാവ് വന്നുകൊണ്ട് അതിന്റെ ബാക്കി കേൾക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ബാക്കി പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കാം കേട്ടോ. അതിന്റെ ബാക്കി വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ട്. അപ്പം ഇന്നലെ 2 ദിവസം മുന്നേ നമ്മുടെ കിച്ചു തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മരിച്ചുപോയ ആളെ കുറിച്ച് പറയാൻ നമ്മളൊന്നും ഒരിക്കലും ഒരാളല്ല, എന്നാലും പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ കൊല്ലം സുധി എന്ന വ്യക്തി ഒരു നല്ലൊരു അച്ഛനായിരുന്നില്ല, അതാണ് സത്യം. നല്ലൊരു അച്ഛനായിരുന്നില്ല, നല്ലൊരു ഭർത്താവായിരുന്നില്ല. ഇപ്പം കിച്ചു ഈ ഒരു പ്രായമായി, കുറച്ച് കാലം കണ്ടാലും തിരിച്ചറിയാനൊക്കെ പഠിച്ചു, ജീവിതം എന്താണെന്ന് കണ്ടു പഠിച്ചു വരുന്നുണ്ട്. അപ്പം രണ്ടുപേരുള്ളപ്പോഴേ ഒരു ഒഴുക്കം മറ്റിലാണ് കിച്ചു ജീവിച്ചത്. ഇപ്പൊ സുധിയില്ല, രേണു ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ പുറകെയാണ്. ഒരു കുഞ്ഞും കൂടെ വളർന്നു വരുന്നുണ്ട്, അതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ആ കുട്ടി ഏത് തരത്തിലാണ് വളർന്നു വരിക എന്നുള്ളൊരു സാഹചര്യം നമ്മൾ ഈ ഒരു കുട്ടി, ഈ കിച്ചുവിന്റെ ജീവിത പാഠം വെച്ച് നമുക്ക് ആ കുട്ടിനെ കൂടെ ചിന്തിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ആരും ആ കുട്ടിനെ ചിന്തിക്കുന്നില്ല. ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഒരിക്കലും ഒരു മാതാപിതാക്കളുടെ ഒരു സ്നേഹം കിട്ടാതെ വളർന്നു വന്ന ഒരു കുട്ടിയാണ് കിച്ചു. അപ്പം ഇത്രയും ദിവസം സുധിയുടെ മരിച്ചിട്ട് ഏകദേശം ഒരു 4 കൊല്ലമൊക്കെ ആവാറായി, എന്നിട്ടും ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കിച്ചു രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴുള്ള ഈ രേണുസുധിന്റെ ഓവർ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ അധികമായ പ്രകടനങ്ങൾ സഹിക്കാൻ പറ്റാതൊക്കെയായിരിക്കും. എന്താ പറയാ 4 പേര് 4 തരത്തിൽ പറയുകയും ചെയ്യും, അത് അവന്റെ ജീവിതത്തെ ബാധിക്കുമായിരിക്കും. അപ്പം അതുകൊണ്ട് ഇനി വെച്ച് നീട്ടണ്ട എന്ന് ഓർത്തിട്ടായിരിക്കാം ഇപ്പൊ നമ്മുടെ കിച്ചു എന്താണ് ഈ ഒരു ജീവിതാനുഭവം പങ്കിട്ടുണ്ട് രംഗത്തെത്തിയത്. അതിനെ പറയാണ് നമ്മുടെ രേണുസുധി രംഗത്ത് കരഞ്ഞെത്തിയിട്ടുണ്ട്. അത് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. രേണുസുധിന്റെ കരച്ചിലും ഈ ഒരു റിയാക്ഷനുള്ള വീഡിയോസും ഈ ഒരു വീഡിയോക്കുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്താണ് കിച്ചു കാരണം എടുത്തു പറയുന്നില്ല, എന്നാലും ഈ ഒരു ഇഷ്യൂ കാരണം എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലൂടെ ഞാൻ എത്തിയിട്ടുണ്ടെന്നാണ് രേണുസുധി പറയുന്നത്. ഇതിന്റെ ബാക്കി വീഡിയോ, രേണുസുധി പ്രതികരണം എത്തിയ ബാക്കി വീഡിയോ കൂടെ കണ്ടു നോക്കാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FBയിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്നൊരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും
എന്ന് ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നതൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിച്ചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂയിച്ചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിച്ചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങും തീരത്തില്ല. എന്നെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. അയ്യോ അതിനിടയ്ക്ക് അതിനൊന്നും ഒരു കുറവുമില്ല. ഒരു വ്യക്തിക്ക് ജീവിക്കാനും പണം മാത്രമാണോ പ്രാധാന്യം? ശരി, ഒരു ഘടകം മാത്രമാണ് പണം. അവരുടെ കുടുംബ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, ചേർത്ത് നിൽപ്പ്, അങ്ങനെ പല കാര്യങ്ങളിലൂടെ വേണം ഒരു കുഞ്ഞ് കടന്നു വരാൻ. വളർന്നു വരുമ്പോഴേ അതിന് കയ്യിൽ ആവശ്യത്തിന് പണം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എവിടെ പോയി എത്തിത്തീരും? ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. നിങ്ങൾ തന്നെ പറ. പണം മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ എല്ലാം തികയോ? ഇല്ല. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ വീണ്ടും വരാട്ടോ. അവസാനം ചിരി വന്ന് അക്കരച്ചിൽ കുറേ വിതുമ്പതുണ്ട്. പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷിൽ കുറേ തട്ടി വിടുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് വള്ളിക്കേസുകൾ ഇത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ബൈ.